നമസ്കാരം. എന്തൊരു കാര്യമാണെങ്കിലും കാലങ്ങളെ കൊണ്ട് കേടുവരും, പഴക്കം ചെല്ലും, ചിലപ്പോൾ പുഴുത്തു പോകും, ചിലപ്പോൾ ചീഞ്ഞു പോകും. ജനം ടി വി അതിൻ്റെ നിലപാടുകളിൽ നിന്ന് ചെറിയ രൂപത്തിൽ തെന്നിമാറാൻ തുടങ്ങുമ്പോഴേ അവർ കാര്യം മനസ്സിലാക്കി. അതിനകത്തുള്ള പല അവതാരകന്മാരും പല ആൾക്കാരും അവിടുന്ന് ചവിട്ടി പുറത്താക്കപ്പെട്ടിട്ടുണ്ട് പലപ്പോഴായിട്ട്. അതിന് കാരണം പതുക്കെ പതുക്കെ അവരിലേക്ക് ഇസ്ലാമിസ്റ്റ് ചിന്താഗതി കടന്നു വരാൻ തുടങ്ങി. അതാണ് അതിനു വേണ്ടുന്ന പ്രലോഭനങ്ങൾ അവർക്ക് പലയിടത്തും കിട്ടിയിട്ടുണ്ട് എന്ന് പിന്നീട് ഞാൻ അറിയുകയുണ്ടായി. വലിയ രൂപത്തിൽ ചെറിയ രൂപത്തിൽ അറിഞ്ഞു. എങ്കിലും ജനം ടി വിയുടെ മൊത്തത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അത് സംഘപരിവാർ അനുകൂല ആറ്റിറ്റ്യൂഡാണ് അവർക്കുണ്ടായിരുന്നത് തുടക്കം മുതലേ. അതിലുണ്ടായിരുന്ന ഒരാളാണ് നമ്പ്യാർ, അനിൽ നമ്പ്യാർ. ഈ അടുത്ത കാലത്ത് കാസർഗോഡ് അവിടെ ഒരു മുസ്ലിം പെണ്ണ് അവിടെ വയ്യാതെ കിടക്കുന്ന ഒരു ഹിന്ദു ആണിനെ, ഹിന്ദു മുസ്ലിം എന്ന് പറയണമല്ലോ, ഒരു വ്യക്തി എന്ന് പറയാൻ പാടില്ലല്ലോ. ഒരു സ്ത്രീ അവിടെ ഒരു പാവപ്പെട്ട ഒരു പുരുഷൻ അങ്ങനെ പറയാൻ പാടില്ലല്ലോ. ഇപ്പം എല്ലാം വർഗവും ജാതിയും മതവും തിരിച്ചല്ലേ പറയാൻ പറ്റുള്ളൂ. ആയതുകൊണ്ട് തന്നെ അവർ മറ്റുള്ളവരെ കൊഞ്ഞനം കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഹിന്ദുവായിട്ട് ഉള്ളൊരാൾ, അയാൾ സംഘപരിവാർ പ്രവർത്തകനായിരുന്നു അത്രേ. അയാൾ മരിച്ച സമയത്ത് അദ്ദേഹത്തെ കുളിപ്പിക്കാനും ശരീരത്തിൽ മുഴുവൻ ഭസ്മം പൂശാനും വേണ്ടുന്ന വായ്ക്കരിയിട്ട് കൊടുക്കാനും ശവമെടുത്ത് ചെതേര് വയ്ക്കാനും കത്തിക്കാനും 16 സദ്യ നടത്തിയൊന്നും അറിയില്ല. എന്നിട്ടത് എല്ലാം അവിടുത്തെ പ്രസരിപ്പിച്ചു. ഇതേ കണ്ട, ഇവിടെ ഹിന്ദുക്കൾക്കാരുമില്ല, ഇതെവിടെ ഹിന്ദുക്കൾക്കാരുമില്ല. അത് അവരുടെ തന്ത്രം എത്രത്തോളം വിജയിച്ചു എന്നറിയില്ല. ഏതായാലും അത് സംബന്ധമായിട്ട് അനിൽ നമ്പ്യാരുടെ ഭാഗത്ത് നിന്ന് അതിനനുകൂലമായിട്ട് ചില 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 വാക്കുകൾ, പ്രവർത്തികൾ ഒക്കെ ഉണ്ടായത്രേ. ഉള്ളിലുള്ള ഇസ്ലാമിക ചിന്ത ഈ ഉത്തര മലബാറിലുള്ള ആളുകൾക്ക് പല കുടിക്കലുകൾ, വാങ്ങലുകൾ, തൊടൽ, പിടിക്കൽ ഇതൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പം അതിൻ്റെ പേരിൽ ചിലപ്പോൾ അറിയാതെ ഒരു പകർച്ചവ്യാധി പോലെ ഒരു ഇസ്ലാം അനുകൂല ചിന്ത വരും. അത് താങ്ങാൻ സംഘപരിവാർ നിലപാടുകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ജനം ടി വിക്ക് കഴിയില്ല. ഏതായാലും അന്ന് തുടങ്ങിയ അഭിപ്രായ വ്യത്യാസം അത് പുറത്തേക്ക് വന്നു മാത്രം. ഉള്ളിൽ ജനം ടി വി എന്ത് ആവശ്യപ്പെടുന്നുവോ അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള ചില ചിന്താ പദ്ധതികളിൽ ഉള്ളിൽ സൂക്ഷിച്ചതുകൊണ്ട് ഇതൊരു ഒറ്റപ്പെട്ട സംഭവം അല്ലാതായിട്ട് മാറി, ഒരു നാക്കുപിഴ അല്ലാതായിട്ട് മാറി, ഒരു ബുദ്ധിപ്പിഴ അല്ലാതായിട്ട് മാറി. മറിച്ച് അദ്ദേഹത്തിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഒരു ഇസ്ലാമിക് ആറ്റിറ്റ്യൂഡാണെന്ന് മനസ്സിലാക്കി. അഭിപ്രായ വ്യത്യാസം രൂക്ഷമായി. അനിൽ നമ്പ്യാരെ ജനം ടി വി ചവിട്ടിപ്പുറത്താക്കി. മലയാള ദൃശ്യമാധ്യമ രംഗത്ത് ഇന്ന് കണ്ടുവരുന്ന സർവ്വ ചാനലുകളും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ, ഇപ്പോൾ കൈരളി എല്ലാവർക്കും അറിയാം CPM-ൻ്റെയാണ്, ബാക്കിയെല്ലാം കോൺഗ്രസ്സുകാരുടെയാണ്. മനോരമ, മാതൃഭൂമി അതൊക്കെ. മീഡിയ വൺ മുസ്ലിം ജമായത്ത് ഇസ്ലാമിക്കാരുടെ, മുസ്ലിങ്ങളുടെ. ഹിന്ദുക്കൾക്ക് അങ്ങനെ ഒരു ചാനലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അതൊരു ശൂന്യസ്ഥലമായിട്ട് കണ്ട് എന്നാൽ നമുക്കും ആ ഒരു ചാനലെന്ന് വെച്ച് തുടങ്ങിയതാണത്. അത് ഇതുവരെ നിലനിന്ന് പോന്നിട്ടുണ്ട്. ഇതുപോലെ മാതാമൃതാനന്ദമയുടെ ചാനലാണ് മാമൃത ചാനൽ. അത് തുടങ്ങി വെച്ച സമയത്ത് എല്ലാവരും വാസ്തവത്തിൽ വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. എല്ലാവർക്കും വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇവിടുത്തെ ഹൈന്ദവർക്ക് അവരുടെ കാര്യങ്ങൾ ഉറക്കെ പറയാൻ ഒരു ചാനലായി എന്നവർ സന്തോഷിച്ചു. പക്ഷേ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ്
എവിടേക്ക് ക്രിസ്ത്യൻ കോളേജുകളുണ്ടോ, ക്രിസ്ത്യൻ സ്കൂളുകളുണ്ടോ, ക്രിസ്ത്യൻ അനാഥാലയങ്ങളുണ്ടോ, ക്രിസ്ത്യൻ വൃദ്ധസ്ഥാനങ്ങളുണ്ടോ, അവിടെ പോയിട്ട് മതേതരത്വം അങ്ങോട്ട് പൂത്തുലയാണ് ചെയ്തത്. അവിടെ അതിൻ്റെ പണി തീർന്നു. അങ്ങനെ ഒരു ചാനലുണ്ട്, ഉണ്ടോ ഇല്ലേ അതുപോലെ ആർക്കും അറിയാണ്ടായി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പം മരിച്ചു എന്നിരിക്കട്ടെ, എല്ലായിടത്തും വലിയ വാർത്തകൾ വരും. ഇവിടെ അപ്പോഴും ഈ ഏതൊരു കുട്ടിയെ കൊണ്ട് പാടിപ്പിക്കുക, തെറ്റുകുറ്റങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അതിനകത്ത് 4-5 ആൾക്കാർ ഇരിക്കുക, അതിങ്ങനെ പാടൂ അങ്ങനെ പാടൂ, അത് മാത്രമേ ഉള്ളൂ. കുറേ കളിയും തമാശയും മാത്രമായിട്ട് പോവുകയാണ് അമൃത ചാനലിൽ. പിന്നെ കുറേ അമ്പലങ്ങൾ കാണിക്കും. അത് ആർക്കും കാണാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അത് പോട്ടെ. അപ്പോൾ ആ ഒരു ശൂന്യ സ്ഥലം, ഹൈന്ദവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ചാനലില്ലായക, അതാണ് ഞാൻ ശൂന്യസ്ഥലം എന്ന് ഉദ്ദേശിച്ചത്. ആ ശൂന്യസ്ഥലം അവിടെ ഒരു പട്ടു വിരിച്ചിരിക്കാൻ തയ്യാറായത് ജനം ടി വിയാണ്. ആ ജനം ടി വിയുടെ അവതാരകൻ, അതിൻ്റെ മുഖ്യ ആസൂത്രകനായിട്ടുള്ള അനിൽ നമ്പ്യാർ തുടക്കം മുതൽ അതിനകത്തുണ്ടായിരുന്നു. ചാനൽ ആരംഭിച്ച കാലം മുതൽക്കേ അതിൻ്റെ പ്രധാന ഒരു മുഖമായിരുന്നു ഈ അനിൽ നമ്പ്യാർ. അവതാരകൻ എന്നുള്ള നിലയ്ക്ക് വളരെ മോശം, അതായത് അങ്ങനെ ഉദ്ദേശിച്ച ചോദ്യങ്ങൾ കുട്ടികളൊക്കെ ചോദിക്കുന്ന പോലെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക. തനതായിട്ടുള്ള വ്യക്തിത്വം, തനതായിട്ടുള്ള ബുദ്ധിയില്ലാത്ത, എന്ന് തന്നെ പറയാം, ബുദ്ധിയില്ലാത്തൊരു സാധനം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആയതുകൊണ്ട് തന്നെ ഏറ്റവും മോശം അവതാരകനായിരുന്നു ഈ മനുഷ്യൻ, ഈ അനിൽ നമ്പ്യാർ. കാസർഗോട്ടെ ഒരു സംഭവമായിട്ട് ആരും അത് പറയില്ല. എന്താ സംഭവം പറയാൻ പാടില്ലല്ലോ. ജിഹാദി കേരളത്തിൽ അത്തരം കാര്യങ്ങൾ വിളിച്ചു പറയാൻ പാടില്ലല്ലോ. സൗദി അറേബ്യയിൽ പോയിട്ട് നിങ്ങൾക്ക് വിളിച്ചു പറയാം പല കാര്യങ്ങളും, UAE പോയിട്ട് നിങ്ങൾക്ക് വിളിച്ചു പറയാം പല കാര്യങ്ങളും. പക്ഷേ കേരളത്തിലിപ്പോൾ നമ്മൾ എന്തെങ്കിലും മുസ്ലിം എന്നൊരു വാക്ക് ഉച്ചരിക്കണമെങ്കിൽ 10 വട്ടം ചിന്തിക്കണം. ആ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ. എന്തോ ഭാഗത്ത് ഞാനവിടെ ചാടി പുറപ്പെട്ട് തമിഴ്നാട്ടിലാണ്. എന്നിട്ടും തമിഴ്നാട്ടിൽ നിന്ന് തന്നെ പിടിച്ചു കൊണ്ടുപോയില്ല. എനിക്കവിടെ പോകേണ്ട വന്നു. ഇനിയിപ്പോൾ എപ്പോഴാണ് പോകേണ്ടി വരുമെന്നറിയില്ല. എൻ്റെ സർവ്വസാധനങ്ങളും അവിടെ നിന്ന് ഊരിയെടുത്ത് കൊണ്ടുപോയി. എല്ലാം ആരാ പറയില്ലേ, എല്ലാം നിനക്ക് വേണ്ടി പറഞ്ഞ എല്ലാം കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടിയിട്ട്. അവർ കോടികൾ വെച്ച് രസിക്കുകയാണ്. ഹിന്ദുക്കളിൽ ഉയരമുള്ള ഒരാളെ കണ്ടാൽ, ശബ്ദമുള്ള ഒരാളെ കണ്ടാൽ, നിറമുള്ള ഒരാളെ കണ്ടാൽ അയാളെ അപ്പം തന്നെ എന്താക്കി മാറ്റണം? അയാളെ കാഫറായിട്ട് ചിത്രീകരിക്കണം, അയാളെ ഇല്ലാതാക്കണം. അപ്പോൾ ഏകദേശം ഇല്ലാതായിട്ടുള്ള രൂപത്തിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഏതായാലും എൻ്റെ ഈ സങ്കടം മനസ്സിലാക്കി അതിൻ്റെ ആഴ്ചകൾക്കുള്ളിൽ വേറൊരാൾക്ക് ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചു തന്നു, 84,000 രൂപ. എനിക്ക് അതിനുള്ള ശേഷിയില്ല. ഒരു മൊബൈലും വാങ്ങിച്ചു തന്നു. ഇനി അതെപ്പോഴെടുത്ത് കൊണ്ടുപോകണമെന്ന് അറിയില്ല. കൊണ്ടുപോട്ടെ, എല്ലാം കൊണ്ടുപോട്ടെ. നമുക്ക് ഇന്ത്യയുണ്ടല്ലോ, ഇന്ത്യയിൽ മരച്ചുവടുകളുണ്ടല്ലോ. അവിടെ കിടന്നുറങ്ങാൻ ആരും ചോദിക്കണ്ട. സന്യാസിമാർക്ക് അവിടെ വരും, ആഹാരവും കിട്ടും. ഇനിയിപ്പോൾ ഇത്ര കാലമല്ലേ ഞാൻ തെണ്ടി നടക്കേണ്ടി വരുള്ളൂ. ആ ഒരു ആറ്റിറ്റ്യൂഡായിട്ട് ഞാനിരിക്കുന്നു. നിയമത്തിന് കീഴടങ്ങുക അതൊരു മര്യാദയാണ്. ഞാൻ നിയമമായിട്ടല്ല കാണുന്നത്, ധർമ്മമായിട്ടാണ് കാണുന്നത്. ധർമ്മോ രക്ഷതി രക്ഷിതഃ. ആ ധർമ്മത്തെ രക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ ധർമ്മത്താൽ രക്ഷിക്കപ്പെടും. അതുകൊണ്ട് ഞാൻ കോടതിയിൽ പോകും. കുറ്റം ചെയ്തു, ശിക്ഷ ജയിൽ ശിക്ഷ, ഓക്കെ. കുഞ്ഞാലിക്കുട്ടി ഭരിക്കുന്ന സ്ഥലത്ത് അതാണ് നല്ലത്. ലീഗ് ഭരിക്കുന്ന സ്ഥലത്ത് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് പഥ്യം അവിടുത്തെ ഭക്ഷണം, ജയിൽ ഭക്ഷണം തന്നെയാണ് ഞങ്ങൾക്ക് പഥ്യം. തയ്യാറായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്, ഈ സോഷ്യൽ മീഡിയയിൽ കാസർഗോട്ടെ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ട് പറയില്ല, പേടിയാണ്, പറയാൻ പാടില്ല. അതപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയാൻ കാരണം, അവിടെ ഒരു മുസ്ലിം പെണ്ണ് ഒരാളുടെ ഒരു ഹിന്ദു ഒരു കാരണം അവരുടെ ശവം തേപ്പിച്ചായിട്ട് വലിയ സംഭവമായിട്ട് നമ്മളെല്ലാം കേട്ടതാണല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ ചാനൽ നിലപാടുകൾക്ക് വിരുദ്ധമായിട്ട് ആ ചാനലിൻ്റെ ഉടമസ്ഥന്മാർക്ക്, അതിൻ്റെ മാനേജ്മെൻറ്റിന് അമർഷമുണ്ടാക്കുന്ന രീതിയിൽ ചില കാര്യങ്ങളൊക്കെ ഈ അനിൽ നമ്പ്യാർ ചെയ്തു. ഏതായാലും തുടർന്ന് അദ്ദേഹത്തെ ആ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇടക്കാലത്ത് കാണാറില്ല. വല്ല അസുഖമാണെന്ന് വിചാരിച്ചു, വല്ല അമേരിക്കയിലോ അല്ല എവിടെയും പോയിട്ടുണ്ടാവുമെന്നൊക്കെ വിചാരിച്ചേ. പക്ഷേ ഇപ്പോൾ പരിപൂർണമായിട്ട് അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു, രാജി കൊടുത്തു എന്നാണ് അറിയുന്നത്.
സസ്പെൻഡ് ചെയ്തു. അങ്ങനെയാണല്ലോ ആദ്യം ചെയ്യുക, അല്ലെങ്കിൽ കോടതിയിലേക്ക് പോവില്ലേ. സസ്പെൻഡ് ചെയ്തു, ഉടനെ തന്നെ രാജി കൊടുത്തു എന്ന് അറിയണത്. അവർ എനിവേ ചവിട്ടി പുറത്താക്കി അത്രമാത്രം. വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ വേണ്ടി പല ശ്രമങ്ങളും നടന്നു. പക്ഷേ ഇനിയിപ്പോൾ വീണ്ടും അവിടെ ചെന്ന് കഴിഞ്ഞാൽ കയ്യും കാലും പൂട്ടിയിട്ടൊരവസ്ഥയായിരിക്കും ഉണ്ടാകുക. പരിപൂർണമായിട്ട് അവർക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു പട്ടിയായിട്ട്, ചെല്ലപ്പട്ടിയായിട്ട് മാറുന്ന ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് അയാൾ പിൻവാങ്ങി. പിന്നെ ആരാണ് അദ്ദേഹത്തെ പിടിച്ചു വലിച്ച് ധൈര്യം നീ ഇങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞ് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടാകും. ഇപ്പോൾ ഒരു ചാനൽ ആരംഭിക്കാൻ വലിയ അത്ഭുതമൊന്നും അല്ലല്ലോ. അപ്പോൾ ആയതുകൊണ്ട് തന്നെ എന്തോ സംതിങ്, ആരോ സംബടി അയാളുടെ പുറകിലുണ്ട്. ഏതായാലും രാജിവെച്ച് പുറത്തേക്ക് ഇറങ്ങി. TV ചാനലിൻ്റെ ജനം TV ചാനലിൻ്റെ ചെയർമാനായിട്ടിരിക്കുന്ന ചെങ്കൽ രാജശേഖരൻ എന്നായിരുന്ന ഒരാളാണ്. അങ്ങനെ നേരിട്ട് നീക്കം നടത്തിയെങ്കിലും അത് വിജയിച്ചില്ല. താൻ രാജിവെച്ച് താൻ ഇവിടുന്ന് പോവുകയാണെന്നുള്ള തീരുമാനത്തിൽ അയാൾ അവിടെ ഉറച്ചു നിന്നു. അപ്പോൾ അതിൻ്റെ പുറകെ എന്തോ കാര്യമുണ്ട്. സൂര്യ TV-യിലാണെങ്കിൽ ആദ്യം പ്രവർത്തിച്ചിരുന്നത്. ആ സൂര്യ TV-യിൽ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിലാണ് വലിയ വാർത്താ പ്രാധാന്യം നേടിയൊരു വ്യാജരേഖ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹം കുറേ നിയമ പോരാട്ടങ്ങളും കാര്യങ്ങളൊക്കെ നേരിട്ടിരുന്നു. പക്ഷേ വർഷങ്ങൾ ആ വിചാരണ നീണ്ടു നിന്നു. കോടതി അദ്ദേഹത്തെ പൂർണ്ണമായിട്ട് കുറ്റവിമുക്തനാക്കുകയും ചെയ്തു. പിന്നീടാണ് ജനം TV-യിൽ വീണ്ടും സജീവമായിട്ട് നിൽക്കുമ്പോഴാണ് ഒരു നയതന്ത്ര സ്വർണ്ണക്കടത്ത് പ്രശ്നങ്ങൾ കേസ്, അതിലൊക്കെ എന്തൊക്കെയോ ലുക്കിലൊടുക്കുകൾ. നമ്മളുടെ മറ്റൊരു പെൺകുട്ടിയുണ്ടല്ലോ, അവരുടെ പേര് മറന്നുപോയി, സരിതയല്ല, വേറെ അവരുണ്ടല്ലോ, ആ കണ്ണിന് കുറച്ചൊരു കേടുള്ള അവരുടെ പേര് എനിക്ക് ഓർക്കില്ല. അപ്പം ആ കേസിലേക്ക് എങ്ങനെയൊക്കെയോ അതിൽ പ്രതിയോ വാദിക്കുക അസ്വപ്ന സുരേഷ്, അവരായിട്ടുള്ള ഫോൺ വിളികൾ ബന്ധങ്ങളൊക്കെ പുറത്തു വന്നു കൂടിയിട്ട് അദ്ദേഹം ചാനലിൽ നിന്ന് കുറച്ചു നേരം മാറി നിൽക്കേണ്ട ഗതികേടുണ്ടായി. ദീർഘകാല അവധിയിൽ പ്രവേശിച്ച ഗതികേടുണ്ടായി. ഏതായാലും ഇങ്ങനെയുള്ള പല പ്രതിസന്ധികൾക്ക് ശേഷം, അതൊക്കെ TV ചാനലുകൾക്ക് പതിവാണല്ലോ, ആ പ്രതിസന്ധികൾക്ക് ശേഷം തിരിച്ചെത്തിയ അനിൽ നമ്പ്യാർ ജനം TV-യുടെ ഒരു സുപ്രീം അധികാരിയുടെ പോലെയായി മാറി. അതിൽ പ്രധാനപ്പെട്ട സമയത്ത് നടക്കുന്ന ചർച്ചകളുടെ അതിൻ്റെ ബാക്ക് ബോണായിട്ട് മാറി. വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെയും RSS നിലപാടുകളുടെയും അതിനുവേണ്ടി പ്രതിരോധം തീർത്ത് ഒരു ചാനൽ മാത്രമല്ലേ ഉള്ളൂ, RSSൻ്റെ ഇതായിട്ട് പറയാൻ ഒരു ചാനൽ മാത്രമല്ലേ ഉള്ളൂ. അതിന് അദ്ദേഹം പറ്റാവുന്നിടത്തോളം അദ്ദേഹത്തിൻ്റെ കഴിവിന് ഒപ്പം നിൽക്കുന്ന ആൾക്കാരെ ആരും വിളിക്കാതെ കുറേ കൊഞ്ഞാണന്മാരെ വിളിച്ച് അവർ മുമ്പിൽ മേലാണൻ ചമഞ്ഞ് ഇതൊക്കെ നമ്മൾ കണ്ടുവരുന്ന കനം കുറഞ്ഞൊരു അവതാരകനാണ് അദ്ദേഹം. ഏതായാലും കാസർഗോഡ് പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് സമീപകാല സംഭവങ്ങൾ മാനേജ്മെൻറ്റുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായിട്ടും വഷളാക്കി. ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ള മറ്റൊന്നുമില്ല, ജനം TV-യുടെ മേലോട്ടുള്ള വളർച്ചയെ അത് കീഴോട്ടുള്ള വളർച്ചയാക്കി മാറ്റുന്നു. അതിനുവേണ്ടി ഒരു കുട്ടിച്ചാക്കിലോ ഒരു വലിയ ചാക്കിലോ പൈസ ഇറക്കാൻ മലബാറിലെ മുസ്ലിങ്ങൾക്ക് യാതൊരു വിഷമവുമില്ല, അവർക്കത് കഴിയും. അപ്പോൾ ഇന്ന് ജനം TV-യെ നെടുക പിളർക്കുക ആ ഉദ്ദേശവുമായിട്ട് വന്നതിൻ്റെ പേരിലാണ് തുടക്കം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ഇസ്ലാമിക പ്രേമം അതാണ് ഈ കാസർഗോഡ് സംഭവത്തിൽ അദ്ദേഹത്തിന് പെട്ടെന്ന് പുറത്തേക്ക് ചാടിയത്. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്തു എന്താണെങ്കിൽ പോലും അത് അദ്ദേഹത്തിനുള്ളിൽ നിൽക്കുന്നുണ്ട്. ഏതായാലും അങ്ങനൊരു പ്രേമം മണത്തറിഞ്ഞ ഏതോ ആളുകൾ ആരാണെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അവരദ്ദേഹത്തെ വലവീശിയിരിക്കുകയാണ്. ഇനി ഇദ്ദേഹം ഒരു ചാനൽ തുടങ്ങും. ആ ചാനൽ പരിപൂർണമായിട്ടും ഒരു സംഘപരിവാർ വിരുദ്ധ ചാനലായിട്ട് മാറും, സംശയമില്ല. സംഘപരിവാറിൻ്റെ എതിരാളികൾ കമ്മ്യൂണിസ്റ്റുകാരോ മുസ്ലിം ലീഗുകാരോ അതിനേക്കാൾ കൂടുതൽ സംഘപരിവാറിനോട് പിണങ്ങിപ്പോകുന്നവരാണ് അവരുടെ ഏറ്റവും വലിയ ശത്രുക്കളായിട്ട് മാറുക. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് ഇങ്ങനെ മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളെ പിടിച്ച് കഴുത്തിൽ കയറും കെട്ടിയിട്ട് നമ്മുടെ കൂട്ടത്തിൽ കെട്ടിയിട്ട് കഴിഞ്ഞാൽ അത് ഉപകാരപ്പെടുന്നു മനസ്സിലാക്കിയ ഒരു കൂട്ടം ആൾക്കാർ ഇദ്ദേഹത്തിൻ്റെ പുറകിലുണ്ട് എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത ഒരു കാര്യമാണ്. കാസർഗോഡ് പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ വർക്കിംഗ് ചെയർമാൻ സുരേഷ് കുമാർ, RSS നേതാവ് ജയകുമാർ എന്നിവരടങ്ങുന്ന സമിതിയുമായിട്ട് വലിയ രീതിയിൽ ചർച്ച നടത്തി. ഏതായാലും ഇയാളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇയാൾ പോകുന്നത്. ചവിട്ടി പുറത്താക്കിയെന്നൊരു കംപ്ലയിൻറ്റ് ഇവരുടെ പേരിൽ വരരുത്. അവസാനം രാജി കൊടുത്ത് പുറത്തിറങ്ങിയിട്ടുണ്ട്. അയാളുടെ പടിയിറക്കത്തെക്കുറിച്ചിട്ട് അനിൽ നമ്പ്യാർ ഇതുവരെ പരസ്യമായിട്ട് ഏതെങ്കിലും വേദിയിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എവിടെയും അദ്ദേഹം ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കൾ, മാധ്യമ പ്രവർത്തകർ, ബന്ധുക്കളൊക്കെ ഈ രാജി വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത്രയും ദിവസമായിട്ട് അതിനാരും അങ്ങനെയല്ലെന്നൊരു നിഷേധക്കുറിപ്പും ഇറക്കിയിട്ടില്ല. മാധ്യമരംഗത്ത് നിന്ന് പൂർണ്ണമായിട്ട് പിന്മാറാൻ
അനിൽ നമ്പ്യാർക്ക് കഴിയാൻ ഇപ്പോൾ പോയിട്ട് ആൾക്കാർ പന്ത് കളിക്കാരനാവാൻ പറ്റുമോ, റൊണാൾഡോ ആവാൻ പറ്റുമോ, അല്ലെങ്കിൽ വേറെ ഇതിലൊരു വിശ്വാസമായിട്ടൊരു ഗായകനാക്കാൻ പറ്റുമോ? അയാൾക്കറിയില്ല, ഇത് മാത്രമല്ലേ അറിയുള്ളൂ. ആയതുകൊണ്ട് അയാൾക്ക് പിന്മാറാൻ പറ്റില്ല. വിരമിച്ച് പ്രമുഖനായിട്ട് റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥനുമായിട്ട് കൈകോർത്ത് ഒരു പുതിയൊരു ഡിജിറ്റൽ വാർത്താ പോർട്ടൽ ആരംഭിക്കുന്നു എന്നാണ് കേട്ടത്. ഏതായാലും അതിനുള്ള സാമ്പത്തിക നിക്ഷേപ സംബന്ധിയായിട്ടുള്ള ചർച്ചകൾ, കോൺവെർസേഷൻസ്, അതിനുള്ള മുന്നൊരുക്കങ്ങൾ ഇതെല്ലാം തിരുവനന്തപുരം കേന്ദ്രീകരിച്ചിട്ടോ കോഴിക്കോട് കേന്ദ്രീകരിച്ചിട്ടോ പുരോഗമിക്കുകയാണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ജനം TV-യിൽ ഒരു ദശാബ്ദത്തോളം നീണ്ട സേവനം അവസാനിക്കുമ്പോൾ വേറൊരു വഴിയിലൂടെ അതേ മാധ്യമ വഴിയിലേക്ക്, അതേ ഡിജിറ്റൽ മാധ്യമ വഴിയിലേക്ക് തിരിച്ചെത്താനുള്ള കഠിനമായിട്ടുള്ള പ്രയത്നത്തിലാണിപ്പോൾ അനിൽ നമ്പ്യാർ ജി ഉള്ളത് സാരം. ഏതായാലും കാസർഗോഡ് ആ മുസ്ലിം പെണ്ണ് ചിതയ്ക്ക് തീ കൊളുത്തി എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിച്ച സമയത്ത് BJP RSS സംഘം അതിനെ വലിയ രൂപത്തിൽ ആ ആളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങളാ ചെയ്തത്, ഇവരല്ല ചെയ്തത്, ഇവർ ഹിന്ദുക്കളെ അപമാനിക്കാൻ, RSSനെയും സംഘപരിവാറിനെ അപമാനിക്കാൻ വേണ്ടി ചെയ്ത ലഹളി ഉണ്ടാക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കുറച്ച് വ്യത്യാസപ്പെട്ടതായിരുന്നു. ആ സഹോദരിക്ക് പിന്തുണ കൊടുക്കുന്ന പോലുള്ള വാക്കുകളാണ് ഇങ്ങനെ ഉപയോഗിച്ചത്. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇനി പുറത്തു വന്ന് അദ്ദേഹം ഒരു TV ചാനൽ ആരംഭിച്ചാത്ത സ്ഥിതി എന്തായിരിക്കും? അത് പരിപൂർണമായിട്ടൊരു ഇസ്ലാമിസ്റ്റ് തീവ്രവാദി ചാനലായിട്ട് മാറും, യാതൊരു സംശയവുമില്ല. കാത്തിരുന്ന് കാണാം. നമസ്കാരം.